ചട്ടി അടുപ്പി വെച്ച് ചൂടാകുമ്പോൾ ഞാനൊരു ടേബിൾ സ്പൂൺ കടുകെണ്ണ ചേർക്കണം കേട്ടോ. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ നല്ല എരിവുള്ള മുളക് പൊടിയും 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയും ചേർത്തിട്ട് ഒന്ന് ചെറുതാക്കി ഒന്ന് ഇളക്കി കൊടുക്കുക. നന്നായിട്ട് മൂക്കരുത് കേട്ടോ, അപ്പോൾ കരിഞ്ഞു പോകും. ജസ്റ്റ് ഒന്ന് പച്ചമണം മാറിയാൽ മതി. അതിലേക്ക് 1 കപ്പ് ചെറുനാരങ്ങ 4ആക്കി മുറിച്ചത് ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. പിന്നെ നമുക്ക് വേണ്ടത് 1 ടേബിൾ സ്പൂൺ തന്നെ ഉപ്പ് ചേർക്കാണ്, പോരെങ്കിൽ പിന്നെ ചേർത്ത് കൊടുക്കുക കേട്ടോ. പിന്നെ 1 ടീസ്പൂൺ കായം പൊടിച്ചതും ചേർക്കുന്നുണ്ട്. വേറെ സ്പൈസസ് ഒന്നും ചേർക്കുന്നില്ല കേട്ടോ. നമുക്ക് ചെറുനാരങ്ങയുടെ നല്ലൊരു ഫ്ലേവർ ഉണ്ടല്ലോ. പിന്നെ കായം അത് മതി. കടുകെണ്ണയുണ്ട്, പെട്ടെന്ന് ചെയ്ത് തീർക്കാവുന്ന ഒരു അച്ചാറാണ്. ഇതിലേക്ക് ഞാൻ ഒരു അര ഗ്ലാസ് തിളപ്പിച്ച വെള്ളം ചേർക്കുകയാണ്. ഇതൊരു 5 മിനിറ്റ് ഒന്ന് തിളച്ചോട്ടെ. തിളച്ചൊന്ന് കുറുക്കി വരുമ്പോൾ നമുക്ക് ഇറക്കി വയ്ക്കാം. ഒന്ന് 5 മിനിറ്റ് തിളച്ചിട്ടുണ്ട്. ഇപ്പോൾ നമുക്കൊന്ന് ഇത് ചെറുതായി കുറുകി വന്നിട്ടുണ്ട്. ഇനി ഇറക്കി വെച്ചിട്ട് അതിലേക്ക് ഞാൻ വീണ്ടും 1 ടേബിൾ സ്പൂൺ കടുകെണ്ണ കൂടി ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ. ഇത്രയേ ഉള്ളൂ പണി. വളരെ എളുപ്പം കഴിഞ്ഞു. നല്ല ടേസ്റ്റാണ്. നമുക്ക് ഉണ്ടാക്കി അപ്പം തന്നെ ഉപയോഗിക്കാം. ഓണത്തിനൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കാവുന്ന ഒരു നാരങ്ങ അച്ചാറാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ.